ഹായ് ഹലോ നമസ്തേ, ഞാൻ അഭിരാമി സതീശൻ. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോയാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫും ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രോഗ്രാമുണ്ട്, ഡാൻസിൻ്റെ പ്രോഗ്രാമാണ്. നമുക്ക് ഒമേനല്ലൂർ പന്നിമൺ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു, അമ്പലത്തിലാണ്. നമ്മുടെ പാർക്ക് മുക്കിൻ്റെ അടുത്തുള്ള അമ്പലമാണ്. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു, ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, പല്ലൊക്കെ തേച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. രാവിലെ അമ്മ പോയിട്ടുണ്ട് മേക്കപ്പ് ഇടുന്നിടത്തോട്ട്. അപ്പം നമ്മളെ ഡാൻസ് ക്ലാസ്സിൽ വെച്ചിട്ടാണ് മേക്കപ്പ്. അപ്പോൾ മേക്കപ്പൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിനി കുളിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്, അതൊക്കെ എടുത്തിട്ട് ഞാനിനി ഉടനെ തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി വഴിയെ കാണാം. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട്, നമുക്കിനി ഡാൻസ് ക്ലാസ്സിൽ പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡാൻസ് ക്ലാസ്. ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഹെയറൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ രഞ്ജിത്ത് മാഷാണ് നമുക്ക് ഡ്രസ്സും മേക്കപ്പും ഒക്കെ സാറിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ റെന്റിന് മേടിക്കുന്നത്. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ രഞ്ജിത്ത് മാഷിനും അവർക്കെല്ലാം ഫുഡൊക്കെ കൊടുത്തു. വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ വെച്ചുകൊണ്ടാണ് വന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാനും ഫുഡ് കഴിച്ചു. ഞാനും അമ്മയും സജിതേൻ്റെയും കൂടി ഇരുന്നാണ് ഫുഡ് കഴിച്ചത്. ദാണ്ടേ അതെല്ലാം കഴിഞ്ഞ് മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇരുന്ന് കളിക്കുകയാണ്. ആ സമയം കൊണ്ട് ബാക്കിയുള്ള കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്യാനിരുന്നു. കാരണം ഈ പ്രാവശ്യം ഞാൻ നേരത്തെ ഇരുന്നു. എല്ലാ വട്ടവും ഞാനാണ് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ മാഷിനോട് പറഞ്ഞ് ഞാൻ നേരത്തെ കയറിയിരുന്നു. അങ്ങനെ ഇതുവരെ ഞാനിങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോസോ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇന്ന് താണ്ടെ എൻ്റെ കണ്ണെഴുതുന്നതും മേക്കപ്പ് ഇടുന്നതും ഒക്കെ എൻ്റെ അമ്മ വന്ന് നിന്ന് വീഡിയോ എടുക്കുവാണ്. അങ്ങനെ എൻ്റെ ഫേസ് മേക്കപ്പൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ താണ്ടെ ഞാൻ കഴിഞ്ഞിട്ട് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ നിൽക്കുക, ഇവിടെ അടിയിടുവാണ്. കാരണം അടുത്ത ഞാനാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെയൊക്കെ ഒരു സൈഡിൽ ഒതുക്കിയപ്പോഴത്തേക്കും നമ്മുടെ സീനിയർ കുട്ടികളൊക്കെ കുഞ്ഞു മക്കൾക്ക് ഡ്രസ്സും ഓർണമെൻറ്റ്സും വളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് പേർക്ക് മാഷുമാർ തന്നെ ചെയ്തു, ബാക്കിയുള്ളവരൊക്കെ സെൽഫായിട്ട് തന്നെയാണ് ചെയ്തത്. അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ പോയി ഹെയറൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഡ്രസ്സ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ആ ഡ്രസ്സൊക്കെ ചെയ്തെല്ലാം സെറ്റായിട്ട് നിൽക്കുവാണ്. ഇനി എനിക്ക് ഡ്രസ്സ് ചെയ്യണം, ലിപ്സ്റ്റിക് ഇടണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അങ്ങനെ ഫൈനലി ഡ്രസ്സൊക്കെ ഇട്ടു, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. എങ്ങനെയുണ്ട് ഗൈസ്, സുന്ദരിയാണോ ഇല്ലെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഇനി കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആവാം. അങ്ങനെ താണ്ടെ ഓരോരുത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ പണ്ട് തൊട്ടേ അറിയുന്ന ആൾക്കാർ ഇപ്പോൾ എന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് എൻ്റെ സൗണ്ട് എന്താ ഇപ്പം മാറിയെന്ന്. പുതിയതായിട്ട് കണ്ടവർക്കൊരു ചേഞ്ച് ആയിട്ട് തോന്നില്ലായിരിക്കും. പക്ഷേ ശരിക്കും എൻ്റെ സൗണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇപ്പോഴാണ് മാറിയേ. ക്ലാസ്സൊക്കെ എടുത്തിട്ട് എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. വോയിസ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് എടുത്തു. ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ നേരത്തെ ഒരുങ്ങണം എന്ന് പറഞ്ഞത്. എപ്പോഴും ഞാനാണ് ലാസ്റ്റ് ഒരുങ്ങുന്നത്. ഞാൻ ഒരുങ്ങും, ദക്ഷിണ വാങ്ങും, ഇറങ്ങും. ഇതാണ് എപ്പോഴും നടക്കുന്നത്. ഇതാണ് വന്നിസ. അപ്പോൾ ഇവരൊക്കെ എനിക്ക് സ്നാക്സൊക്കെ തന്നു. അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവർ ലിപ്സ്റ്റിക്കൊക്കെ ഇടാനുണ്ടായിരുന്നു. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. ഈ പ്രോപ്പർട്ടീസാണ്. ഇതെല്ലാം എടുത്തിന് വണ്ടിയിൽ കയറ്റണം. നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ആ സമയം കൊണ്ട് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് ദക്ഷിണ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രെയറൊക്കെ ചൊല്ലി നമ്മൾ എല്ലാവരെയും നിന്നും ദക്ഷിണയൊക്കെ വാങ്ങിച്ച് ചെലങ്കയൊക്കെ കെട്ടി നമ്മൾ ഇവിടുന്ന് ബസ്സിൽ നമ്മൾ ആ അമ്പലത്തിലോട്ട് പോവുകയാണ്. ഓരോരുത്തർ ചെലങ്ക തരുമ്പോഴും ഓരോരുത്തരും നന്നായിട്ട് ചിരിച്ച് കളിക്കണേ, അവർക്ക് എപ്പോഴും തെറ്റുന്ന ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് നല്ല രീതിയിൽ കളിക്കണേ, ചിരിച്ച് കളിക്കണേ എന്നൊക്കെ ഓരോരുത്തർക്കും അഭിപ്രായങ്ങളൊക്കെ പറയുവാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ വണ്ടി കയറുന്നതും ഇറങ്ങുന്നതും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഫോൺ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അങ്ങനെ മിസ്സായി പോയതാണ്. ഇനി നമ്മൾ വണ്ടിയിലേക്ക് കയറി. വണ്ടിയിൽ ഹൗസ്ഫുള്ളായിരുന്നു, സ്ഥലം പോലും ഇല്ലായിരുന്നു. നമ്മൾ അടുത്തായിരുന്നു അമ്പലം. ഉമേനല്ലൂർ ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പെട്ടെന്ന് നമ്മളങ്ങനെ അവിടെ എത്തി. ഇവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും ബാക്കി വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അമ്പലക്കാർ പൊന്നാട ഇട്ടിട്ടുണ്ടായിരുന്നു. പൊന്നാടയും എനിക്കൊരു ചെറിയൊരു മൊമെൻറ്റോയും തന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ ഡാൻസ് സ്കൂളിൻ്റെ വക PTA അംഗങ്ങൾ എനിക്കൊരു പൊന്നാട ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദരവൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചെറിയ കട്ടിങ് വിഷ്വലാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. പലരുടെ ഫോണിൽ നിന്നായിട്ട് എടുത്ത വീഡിയോസാണ് ഇതെല്ലാം. പക്ഷെ അത്യാവശ്യം നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു. നല്ല ഓഡിയൻസ് തന്നെ ഉണ്ടായിരുന്നു. തുടക്കം തൊട്ട് അവസാനം വരെയും ഉണ്ടായിരുന്നു. നമ്മുടെ പരിപാടി തീർന്നിട്ടും അവരാരും എഴുന്നേറ്റ് പോണില്ലായിരുന്നു, അവിടെ ഇരിക്കുമായിരുന്നു. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. കുറേ പേര് നിൽക്കുമായിരുന്നു, ആരും പോയില്ല. അവസാനം വരെയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഡാൻസാണ്. ലാസ്റ്റ് ഒരു ഡാൻസിനകത്ത് ഞാൻ കാളിയായിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഡാൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ എന്നെ കാളിയാക്കി മേക്ക് ഓവർ ചെയ്യുകയാണ്. സമയമൊന്നുമില്ല, എത്രയോ 2-3 ഡാൻസിൻ്റെ ഗ്യാപ്പേ ഉള്ളായിരുന്നു. എങ്ങനെയൊക്കെയോ പെട്ടെന്ന് ഞാൻ റെഡിയായി. അതിൻ്റെ അമ്മ ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഡ്രസ്സും ഹെയറും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫേസ് പെയിൻറ്റിങ്ങിനായിട്ട് ഇരുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്, എന്നെ കണ്ടാൽ ഇപ്പോൾ ഒരു കാളിയുടെ ലുക്കൊക്കെ ഇല്ലേ? എനിക്കറിയത്തില്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മേക്കപ്പ് ഇട്ടു. നാട്ടിൽ ഫുഡ് കളറൊക്കെ തേച്ചു. അങ്ങനെ ഇതാണ് ആ ഡാൻസ്.
പിന്നെ പരിപാടി കഴിഞ്ഞതിന് ശേഷവും എനിക്കൊരു പൊന്നാടിയും ഒരു മൊമെൻറ്റവും തന്ന് ആദരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞതാണ്. ഇനി ഡ്രസ്സും മേക്കപ്പും ഒക്കെ അഴിക്കുകയാണ്. ഇത് സൗമ്യ ചേച്ചി, സൗപർണികയുടെ അമ്മയാണ്, എനിക്ക് മേക്കപ്പൊക്കെ അയക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അതിനിടയിൽ ഞാനൊരു വീട്ടിൽ പോയി മുഖത്ത് മേക്കപ്പൊക്കെ റിമൂവ് ആക്കി. ദൈവമേ, മൊത്തം കരിഞ്ഞിരുന്നു ഞാൻ. അങ്ങനെ ഒരു തുണി എടുത്ത് പതുക്കെ തുടച്ചിരുന്നു. അങ്ങനെ അവിടുന്ന് വണ്ടി കയറി. കുറേ പേര് വിളിക്കാൻ വന്ന് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ചൊരു മാത്രമേ ഉള്ളായിരുന്നു വണ്ടിയിൽ. അങ്ങനെ ഡാൻസ് ക്ലാസ്സിലെത്തി. എല്ലാവരെയും യാത്ര പറഞ്ഞ് വിട്ടു. അങ്ങനെ വണ്ടിക്കും ടാറ്റ പറഞ്ഞു. അങ്ങനെ ഡാൻസ് ക്ലാസ്സിലോട്ട് കയറി. കുറേ പേര് ഡാൻസ് ക്ലാസ്സിൽ തന്നെ ഡ്രസ്സും ഓർണമെൻറ്റ്സും എല്ലാം ഊരി വെച്ചിട്ടാണ് പോയത്. അങ്ങനെ പേരൻസ് എല്ലാം നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം എടുത്ത് ഡാൻസ് ക്ലാസ്സിൽ വെക്കണം. ഇതാണ് എൻ്റെ ഡാൻസ് ക്ലാസ്. എന്ത് കോലമാണ് ദൈവമേ, ഒരു പുരപ്പറമ്പ് പോലെ ഉണ്ട്. ഇനി ഇതെല്ലാം വന്ന് ഒതുക്കണം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. ഞാൻ ക്ഷീണിച്ചു ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.